എനിക്ക് നേരിട്ടറിയാവുന്ന കുറച്ചധികം ആൾക്കാർ പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിക്സ് ആയവരുണ്ട്. അതിനുശേഷം അതായത് മാറാതെ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വന്നവരുണ്ട്. അതിങ്ങനെ ഒരു റിസ്ക് ഉണ്ടോ ശരിക്കും പ്രഗ്നൻസിയിൽ? അങ്ങനെ റിസ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫാമിലിയിൽ ഈ പറഞ്ഞ പ്രമേഹം വരാനുള്ള റിസ്ക് ഉണ്ട്. ഇപ്പം അച്ഛനമ്മമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവർക്ക് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇപ്പം പാരൻസിന് വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ ഒരുപക്ഷെ ഇവർക്കും പ്രഗ്നൻസി കഴിയുമ്പം അത് ആ ഡയബറ്റിക് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. വളരെ അപൂർവമാണ് അതങ്ങനെ വരുന്നത്, പക്ഷേ വരാം. അതെന്തുകൊണ്ട് ഈ പ്രമേഹം ഈ സമയത്തുണ്ടാകും? നമ്മൾ ഭക്ഷണ രീതി കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ? അത് ആ പ്രഗ്നൻസിയുടെ ഹോർമോൺ കൊണ്ടാണ്. നമ്മുടെ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പ്ലസൻ്റ് മറുപുള്ളിൽ നിന്നൊക്കെ വരുന്ന ഹോർമോൺസ്. അപ്പോൾ ആ ഹോർമോൺസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ അതായത് അത് ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ ഒരു മെക്കാനിസം ആണ്. കാരണം കുഞ്ഞിന് കൂടുതൽ എനർജി കിട്ടണം. അപ്പോൾ ആ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഒക്കെ കുറച്ച് സ്ലോ ആക്കുന്നതാണ്. പക്ഷേ ചിലവർക്ക് അത് അഡ്വേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്ത് പോകണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ ആ പ്രഗ്നൻസിയുടെ ഒരു ചേഞ്ച് കൊണ്ട് വരുന്നതാണ് ഈ ഡയബറ്റിക് കണ്ടീഷൻ. മിക്കപ്പോഴും അത് ഡെലിവറി കഴിയുമ്പോൾ ഷുഗേഴ്സ് നോർമൽ ആവാറുണ്ട്. ബട്ട് എന്നാലും നമ്മളൊരു 6 വീക്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഷുഗർ പ്രോബ്ലംസ് വന്ന ആൾക്കാർക്ക് ഇൻ ഫ്യൂച്ചർ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് വെൻ കമ്പയർഡ് ടു നോർമൽ പ്രഗ്നൻസീസ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് മേ ബി ഇയർലി നമുക്ക് ഷുഗർ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്വൈസ് ചെയ്യേണ്ടി വരും. അടുത്ത പ്രഗ്നൻസിയിലും ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ബിഗ് ബേബീസ് ഇപ്പോൾ ഒരു 4 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന പ്രഗ്നൻസീസ് ആണെങ്കിലും നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യമേ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഷുഗേഴ്സ് ഉണ്ടോ, കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. പലപ്പോഴും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കാറില്ല. പേഷ്യൻസ് ആരും ഷുഗർ പിന്നെ ചിലപ്പോൾ നോക്കാതെ പോകും. പിന്നെ അടുത്ത പ്രഗ്നൻസി ആകുമ്പോഴായിരിക്കും ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളായിട്ട് തന്നെ അവരുടെ അടുത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അതും നോർമലി ഇതിൽ വേറൊരു കാര്യം കൂടെ, നോർമലായിട്ട് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നോർമലായിട്ട് കിട്ടിയേക്കാം ഇനീഷ്യലി അടുത്ത പ്രഗ്നൻസി. ഇപ്പോൾ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രീവിയസ് പ്രഗ്നൻസി 4 കിലോ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നോക്കുമ്പോൾ എനിക്ക് ഷുഗേഴ്സ് നോർമലാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ സ്വീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റാണ്, ചാലഞ്ച് ടെസ്റ്റാണ്. അതായത് നമ്മൾ 75 ഗ്രാമിൻ്റെ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് എങ്ങനെ നമ്മളുടെ ബോഡി അതിനെ ഗ്ലൂക്കോസിനെ മെറ്റബിളൈസ് ചെയ്ത് നോർമൽ ആക്കുന്നുണ്ട്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റ് വേണം ഇങ്ങനെയുള്ള ലേഡീസ് ആദ്യമേ ചെയ്യാൻ.